പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ശരീരത്തെ തളർത്തുന്ന കുറെ അസുഖങ്ങളുണ്ട്. അതിനേക്കാൾ 100 ഇരട്ടി ശക്തിയുള്ള ഒരു അസുഖമുണ്ട്. ആ അസുഖം പക്ഷേ ശരീരത്തെ അല്ല കേട്ടോ, നിങ്ങളുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത്. നമ്മളതിനെ ഡിപ്രഷൻ എന്ന് പറയും, വിഷാദം. ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നും. മറ്റു ചിലപ്പോ ആൾക്കൂട്ടത്തിലും ഒറ്റപ്പെട്ടതുപോലെ തോന്നും. എല്ലാം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നായിരിക്കും എപ്പോഴും ചിന്ത. കേൾക്കാനൊരു ചെവിയോ തലചായ്ക്കാൻ ഒരു തോളോ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്നറിയുമോ നമുക്ക് ചുറ്റും. ആരോടും ഒന്നും പറയാനാകാതെ കാരണം അറിയാതെയുള്ള സങ്കടം സഹിച്ച് ജീവിക്കുന്നു. ചില മനുഷ്യർ ഈ അവസ്ഥയെ മരണം കൊണ്ടാണ് നേരിടുന്നത്. പാടില്ല. മറ്റു ചിലരാകട്ടെ ഒന്നിനും കഴിയാതെ ജീവച്ഛവമായി ജീവിച്ചു തീർക്കും. ആരോടോ ഉള്ള പ്രതികാരം എന്നവണ്ണം. ഞാൻ എങ്ങനെ അറിയാൻ ഈ വിഷാദം ഇത്ര എന്നെ ഭ്രാന്തടിപ്പിക്കുമെന്ന്, എന്റെ ഹൃദയത്തെ നരകക്കുഴിയാക്കുമെന്ന്, എന്റെ 2 കണ്ണുകളെ കലങ്ങിപ്പായുന്ന പുഴകളാക്കുമെന്ന്? വിഷാദത്തെക്കുറിച്ച് റൂമി എഴുതിയ വരികളാണ്. പറ്റുമെങ്കിൽ കൂടെയുള്ള മനുഷ്യരുടെ മനസ്സ് എന്താണെന്നൊന്ന് അറിയാൻ ശ്രമിക്കണം. അവരെന്തുകൊണ്ടാണ് വിഷാദത്തിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ ശ്രമിക്കണം. അവരിടയ്ക്കിടയ്ക്കൊക്കെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കുമ്പോൾ തിരിച്ച് സുഖമല്ലേടാ എന്നൊന്ന് തിരിച്ചു ചോദിക്കാൻ കഴിയണം. അവർക്ക് തലചായ്ക്കാൻ ഒരു തോൾ നൽകണം. വെറുതെ ഒപ്പമുള്ള മനുഷ്യരെ ഒന്ന് ചേർത്ത് പിടിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതു മനുഷ്യരും നമ്മുടെ ചുറ്റിലും എപ്പോൾ വേണമെങ്കിലും വിഷാദത്തിന്റെ കുഴിയിലേക്ക് വീണു പോയേക്കാം. ഒരു കൈ അവർക്കെപ്പോഴും കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നുണ്ടാവണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം കുറച്ച് സമയമാണ്. കുറച്ചൊന്ന് അവരെ കേട്ടാൽ ഒരുപക്ഷെ അവരുടെ വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് ഒരു ചെറിയ മഴത്തുള്ളിയായി നിങ്ങളുടെ സാന്നിധ്യം